സർ രാഹുൽ കോഴിക്കൂട്ടത്തലിന്റെ വിഷയത്തില് സന്ദീപ് വാര്യരെ SIT തൂക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം റിലീസ് ചെയ്തു എന്നാണല്ലോ പറയുന്നത്. മാത്രമല്ല ഈ സന്ദീപ് വാര്യര് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വല്ലാതെ അങ്ങ് മെഴുകുകയും ചെയ്യുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യരാണെങ്കിൽ ഈ കോൺഗ്രസിലേക്ക് ചേക്കേറിയതിനു ശേഷം പലപ്പോഴും പറയുന്ന പല സ്റ്റേറ്റ്മെന്റ്സും കോൺഗ്രസിനെ സത്യത്തിൽ വെട്ടിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എന്ന് പറയുമ്പോഴേക്കും ഈ സന്ദീപ് വാര്യരെ ഉൾക്കൊള്ളാനായിട്ട് കോൺഗ്രസ് നേതാക്കൾക്കും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം അതിനും മാത്രം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പോലും പറയാത്ത അത്രയും ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഈ സന്ദീപ് വാര്യർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു വിഷയത്തോടു കൂടി ഈ പറയുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസ് തൂക്കിയെടുത്ത് പുറത്തിടുവും. കോൺഗ്രസിന്റെ ഒരു ഗതികേടായിട്ട് മാറിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. ഇതിനകത്ത് ഈ രാഹുലിൻ്റെ വിഷയം നേരത്തെ വന്നപ്പം ACC പോലും പറഞ്ഞത് അതിനകത്ത് വേണ്ടതല്ലാത്ത പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ വിഷയമാണ്. അപ്പം കേരളത്തിൽ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിരുന്നു. VD സതീശനെടുത്ത VD സതീശൻ നിലപാടെടുക്കുന്നു, ഇദ്ദേഹത്തെ ഉത്തരവാദിത്തങ്ങൾ മാറ്റുന്നു, ഏറ്റവും അവസാനം MLA സ്ഥാനത്ത് നിന്ന് വരെ നീക്കം ചെയ്യണം എന്നുള്ള ഒരു രീതിയിലെ കാര്യങ്ങൾ വന്നു. അപ്പോൾ അടുത്ത ഇലക്ഷൻ വന്നാൽ ആ ഇലക്ഷനകത്ത് ഈ ഒരു വിഷയത്തിനും കൊണ്ട് BJPയുടെ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ കോൺഗ്രസിന് ദോഷം ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു MLA സ്ഥാനം രാജിവെക്കേണ്ടത്. ഇപ്പം വീണ്ടും കുരുക്കായില്ലേ ഇലക്ഷൻ വന്നപ്പോൾ. ഇപ്പം കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് തൊട്ടതേയില്ല. കാരണം തൊട്ടാൽ നാറുന്ന ഒരു വിഷയമാണല്ലോ. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അറിയില്ല അതിനകത്ത് അയാളുടെ കാര്യം, അയാൾ പാർട്ടിയല്ല, കോൺഗ്രസ് അല്ല, ഞങ്ങൾ എന്നേ പുറത്താക്കിയതാണെന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരവസ്ഥ. ഇപ്പോൾ K മുരളീധരനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും രാജ്മോഹൻ താനൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു, ഇനിയും എന്നെ കൊണ്ട് പറയിക്കരുത്, അയാളെ ഒത്തിരി കഥകൾ എനിക്കറിയാം, പറയിപ്പിച്ചാൽ ആ രീതിയിലേക്ക് വരും. ഇപ്പം ഇന്ന് K മുരളീധരൻ്റെ പ്രസ്താവന വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ്സുകാരനല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന ആരുടെ തന്നെ ആയാലും അവർ കോൺഗ്രസ് അല്ല, അവർക്ക് നടപടി നേരിടേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആയാലും രമേശ് ചെന്നിത്തലയുടെ ആയാലും VD സതീശൻ്റെ ആയാലും സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ളത് നടത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് അല്ലാത്ത സ്ഥിതിക്ക് അയാൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഈ കോൺഗ്രസിനകത്ത് ഉള്ള നേതാക്കന്മാരെ കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന വന്ന് അയാൾ നടപടിയെടുക്കും. ഇപ്പോൾ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ KPCC ഇപ്പം ജനറൽ സെക്രട്ടറി ആണല്ലോ. KPCC ജനറൽ സെക്രട്ടറിക്ക് KPCC പ്രസിഡന്റ് ഇല്ലാത്തതും അല്ലെങ്കിൽ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സോക്കേടും ഉള്ള ഒരു അഭിപ്രായമൊക്കെ എങ്ങനെ വരുന്നത്? കോൺഗ്രസിനകത്ത് അങ്ങനെ അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുരളീധരൻ അഭിപ്രായം പറയാറുണ്ട്, രമേശ് ചെന്നിത്തല അഭിപ്രായം പറയാറുണ്ട്, KC വേണുഗോപാൽ അഭിപ്രായം പറയാറുണ്ട്. അത് കോൺഗ്രസിനകത്ത് നേരത്തെ അങ്ങനെ ഒരു മത്സര ബുദ്ധിയുടെ, പക്ഷെ അവരൊക്കെ പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാരല്ലേ. ഇന്നലെ കയറി വന്ന ഒരാള് അതാണ് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിന്റെ ഏത് വിഷയത്തിനകത്തും പുള്ളി അഭിപ്രായം പറയുക. ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ട് ഈ വിഷയത്തിനകത്ത് കോൺഗ്രസ് പ്രതിസന്ധിയിലാണ്, വളരെ കൃത്യമായിട്ട് പ്രതിസന്ധിയിലാണ്. അത് കോൺഗ്രസിനകത്തു നിന്ന് ഇതിനകത്തൊരു ഫൈറ്റും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അല്ലാത്തൊരു ഗ്രൂപ്പ്. ഇപ്പം മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ആ വിഷയം മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കാരണം ഈ വിഷയം മോശമാക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷമൊന്നുമല്ല, BJP അല്ല. ഈ വിഷയം മോശമാക്കുന്നതിന് ആവതുള്ള പണി അതിനകത്ത് തന്നെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ആവതുള്ള പണി ഏറ്റവും നല്ലതുപോലെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദീപ് വാര്യരാണ്. ഈ വിഷയം നമ്മൾ നേരത്തെ മനസ്സിലാക്കണം. ഇയാൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ വേറെ ശബ്ദ സന്ദേശമൊക്കെ വെളിയിൽ വന്ന് വലിയ വിഷയത്തിലായി. അങ്ങനെയാണല്ലോ ഈ വിഷയം തുടങ്ങുന്നത്. അങ്ങനെയാണല്ലോ ഇയാളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വരുന്നത്. ഇത് ഏറ്റെടുത്ത് പാർട്ടി ഒരു പരുവത്തിൽ ഒതുക്കി നടപടിയൊക്കെ എടുത്ത് മുമ്പോട്ടുണ്ടപ്പോൾ ഒരു ദിവസം ഈ സന്ദീപ് വാര്യർ ഓർമ്മയുണ്ട്, പാലക്കാട് എന്നിട്ട് ഈ വിഷയം അങ്ങനെ രാഹുലിനെതിരല്ല മറ്റേതല്ല മറിച്ചെന്ന് പറഞ്ഞാൽ താഴെ കൊണ്ട് താത്തു വെച്ച് മാധ്യമങ്ങളും വിട്ടിട്ട് പോയ സാധനം അവിടെ കൊണ്ടുവന്ന് വീണ്ടും പൊക്കുക. എന്താ കാഴ്ചക്കാർക്കും ബോധമില്ലാത്തവർക്കും തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഡാമേജ് ചെയ്ത് ലൈവായിട്ട് നിർത്തണം. രാഹുൽ മാങ്കൂട്ടൻ ഡാമേജ് ആയാൽ കോൺഗ്രസ് ഡാമേജ് ആവും. പക്ഷേ സന്ദീപ് വാര്യർക്ക് ഇത് വിഷയമല്ല. കോൺഗ്രസ് ഡാമേജ് ആവുന്ന ഒരു വിഷയമല്ലല്ലോ. പുള്ളിയുടെ താല്പര്യമാണല്ലോ. പുള്ളി ഇപ്പോൾ അവിടുന്ന് BJPക്ക് അകത്തുനിന്ന് പുറത്തു പോകാനുള്ള കാര്യം പാലക്കാട് ഇലക്ഷൻ സമയത്ത് സ്റ്റേജിനകത്തൊരു കസേര അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ്.
പുറത്തു വന്നത് എന്നൊക്കെ ഒരു കാരണം. അതിനു മുമ്പ് എന്തെല്ലാം ഇയാൾ ഈ കേരളത്തിലെ ഒരു കൃത്യം ഇത്തരത്തിൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയതിന് എല്ലാ സീറ്റുകളും അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റേജുകളും ഒരുക്കി കൊടുത്തിരുന്നതും പൊക്കിക്കൊണ്ട് നടന്നതും BJP അല്ലേ. അപ്പം ഇയാൾക്ക് യാതൊരു മര്യാദയും കൂറും ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അത്തരത്തിൽ കൂടെ നിന്നവനോട് താല്പര്യമൊന്നുമില്ല. ഇയാൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് പറയുന്ന രീതിയിൽ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർക്ക് തോന്നുമെങ്കിലും വളരെ കൃത്യമായിട്ട് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു വിഷയം ഏതെങ്കിലും രീതിയിൽ ആ പാർട്ടി അതിനകത്ത് നിന്ന് ഊരിപ്പോരാൻ വരുന്ന സമയത്ത് വീണ്ടും ഇത് ലൈവാക്കുക. ഇപ്പം അയാൾ ചെയ്ത പരിപാടി എന്തോ? ഇപ്പം ഈ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടാമത് വന്നു. രാഹുൽ മാങ്കൂട്ടം അന്നേരം ഒളിവിൽ പോയി. അദ്ദേഹം ജാമ്യത്തിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങി. ജാമ്യത്തിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമത്തിനകത്ത് ഒരു വിഷയം, വിവാദമായിട്ടുള്ള ഒരു വിഷയം, പ്രശ്നമുള്ള ഒരു വിഷയം ജാമ്യത്തിന് വേണ്ടി പരിഗണിക്കുമ്പോൾ കോടതി ഗ്രൗണ്ട് നോക്കും, വെളിയിലുള്ള അഭിപ്രായം നോക്കും, എത്തരത്തിലാണെന്ന് നോക്കും. ഇതിനകത്ത് ഒരു രാഹുൽ ഈശ്വറും ഒരു ഈ പറയുന്നത് പോലെ സന്ദീപ് വാര്യരുടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ പുറകിൽ? കുറേ സ്ത്രീകളും അവിടെ ഇവിടെയും കുറേ ആരും അറിയാത്ത കുറേ സിനിമാ നടികളെന്ന് പറയുന്നവരും മറ്റൊരു മറിച്ചവരും കുറേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതല്ലാതെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ പോട്ട് മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ ഉണ്ടോ? കേസ് ഒന്നും അറസ്റ്റ് അല്ലെങ്കിൽ BJPയുടെ ആരും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു പ്രശാന്ത് അവിടെ കിടന്നതൊക്കെ പറയുന്നുണ്ട്, അത് ആരും വന്നിട്ടില്ല. സന്ദീപ് വാര്യർക്ക് എന്താ? സന്ദീപ് വാര്യർ ഫോട്ടോ ഇടുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. അതായത് ഈ പെൺകുട്ടിയെ വളരെ കൃത്യമായിട്ട് അപമാനിച്ചു. ലോകത്തിന് ഇനി ആരും അറിയാനില്ല. രാഹുൽ ഈശ്വറാണെങ്കിൽ ഫോട്ടോ ഇങ്ങനെ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം സുപ്രീം കോടതി അതിജീവിത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട അതിജീവിത മരിച്ചു പോയാൽ പോലും അതിനെ ആക്ഷേപിക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതിയുടെ റൂളിങ്സ് ഉള്ള സമയത്ത്, അത്തരത്തിലുള്ള സമയത്താണ് ഇവർ രണ്ടുപേരും കൂടി പരിപാടി കാണിക്കുക. അപ്പോൾ ഇത് ലൈവായിട്ട് നിർത്തേണ്ട കാര്യം ഇത് മാത്രമല്ല. മാങ്കൂട്ടത്തിൽ എങ്ങാണ്ടും ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണല്ലോ. അയാൾക്ക് ജാമ്യം കിട്ടി, അയാൾ വെളിയിൽ വന്നു, അയാളുടെ കാര്യം പറയാനുള്ള അവസരം കൊടുക്കുന്നതിന് വേണ്ടി, അയാൾക്ക് ജാമ്യം കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പണിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ജാമ്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നോക്കും. ഈ വിഷയത്തിനകത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ സാധ്യതയില്ല. കോടതി ഇതെല്ലാം നോക്കിയാൽ ജാമ്യം കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണ് നോക്കുന്നത്. അയാൾക്ക് ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇയാളുടെ അടുത്ത് ആരോടോ പറഞ്ഞു മാക്സിമം വഷളാക്കണം. രാഹുൽ ഈശ്വർ എന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആള് ഇനി കോൺഗ്രസിനകത്ത് വേണ്ട, അയാളെ ഫിനിഷ്. എന്നിട്ട് നമുക്ക് അവിടെ പുള്ളിയുടെ ലക്ഷ്യമുണ്ടല്ലോ, അടുത്ത സീറ്റ് പാലക്കാട്ട് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുക. അതിന് വേണ്ടിയുള്ള ഒരു പണിയാ. അപ്പൊ അത്തരത്തിൽ ഇപ്പം ഉള്ളിടത്തോളം അതൊരു വിലങ്ങുതടി തന്നെയാണ്. രാഹുൽ ഇപ്പൊ ഉള്ളിടത്തോളം അതൊരു വിലങ്ങുതടി എന്നല്ല. രാഹുലിന് അടുത്ത പ്രാവശ്യം ഈ വിഷയം വരുമ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. വേറെ കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ ആദ്യം തീരുമാനിക്കുന്നത് എന്നതാവട്ടെ, അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കറക്റ്റ് ചെയ്ത് ഞാൻ തരാം, ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തു തരാം, എൻ്റെ പണി ഇതാണല്ലോ. എവിടെ ആയാലും എന്തായാലും എവിടെ നിന്നാലും ഇല്ല, ഈ പറയുന്നത് പോലെ നമ്മൾ പറയത്തില്ല, അച്ഛനെ പറയിപ്പിക്കുന്ന ഒരു പണി അല്ലെങ്കിൽ ചില ആൾക്കാർ ചെയ്യുമെന്ന് പറയുന്ന രീതിയിലൊക്കെ പുള്ളിയുടെ പരിപാടി. സാറ് പറഞ്ഞപ്പോ രാഹുൽ മാങ്കൂട്ടത്തില് ഒരു പഴയ പോസ്റ്റ് ഇപ്പോ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് സോഷ്യൽ. എന്താടോ വാര്യരെ നന്നാവാത്തെ എന്നാണ് അത് ചോദിക്കുന്നത്. അപ്പൊ കുത്തിത്തിരിപ്പിന്റെ പണിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ കുത്തിത്തിരിപ്പ് ഇപ്പൊ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹാഭാരത ശൗനി എന്ന് പറഞ്ഞൊരു കഥാപാത്രം വളരെ കൃത്യമായിട്ട് ഏത് സമയത്ത് ഏത് പ്രശ്നം എങ്ങനെ ഉരുത്തിരിക്കണം, അത് വിഷയമാക്കണം എന്നുള്ളതാണ് ശൗനി. പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. അത് പഠിക്കേണ്ട തന്നെ അതേ റോളായി ഇയാൾ അഭിനയിച്ചുകൊണ്ട്. ഇപ്പം കെ മുരളീധരൻ പറഞ്ഞു ഈ സൈസ് സാധനത്തിന് ഇതിനകത്ത് വേണ്ട. ഈ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ തീരുമാനമുണ്ട്. പാർട്ടി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി നടപടി എടുത്തിട്ടുള്ള പാർട്ടിക്ക് വേണ്ടപ്പെട്ടാത്തതല്ലാത്ത ഇലക്ഷൻ സമയത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ ആ വിഷയത്തിന് അനുകൂലമായിട്ട് ആ വിഷയത്തിൻ്റെ കാര്യം പറയുന്ന അല്ലെങ്കിൽ ആ വിഷയത്തിനകത്ത് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ ഉത്തരവാദിത്തമുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നേതാക്കന്മാർ, അതായത് പേരെടുത്ത് പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, VD സതീശനായാലും കൊള്ളാം, രാജ്മോഹൻ ഉണ്ണിത്താനായാലും കൊള്ളാം, രമേശ് ചെന്നിത്തലയായാലും, അവരുടെയൊക്കെ ഒരു സൈബർ ആക്രമണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആക്രമണം നടത്തുകയും അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് അനുകൂലമായിട്ട് പ്രസ്താവന നടത്തുകയൊക്കെ ചെയ്യാൻ പാർട്ടിക്ക് പുറത്തായിരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പം കെ മുരളീധരൻ പരസ്യമായിട്ട് പറഞ്ഞു. കെ മുരളീധരൻ ആദ്യമേ പറഞ്ഞു എന്തിനാടെ ഈ സാധനത്തിനൊക്കെ, ഇതിനകത്തുള്ളവന് ആവശ്യമുള്ള പോസ്റ്റും മറ്റതും മറിച്ചതും ഒന്നും കൊടുക്കാനില്ല, ഉള്ള ആർക്കും വേണ്ടാത്തതിനെയൊക്കെ എടുത്ത് വെളിയിൽ കളയുമ്പോൾ ചുമക്കാൻ നടക്കുന്ന എന്തിനാണ് കെ മുരളീധരൻ ആദ്യം ചോദിച്ചു. അന്നാ കെ മുരളീധരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അയ്യോ നിങ്ങളെ കെ മുരളീധരനെ കണ്ട ആനയുടെ കൂട്ടിരിക്കുക, കെ മുരളീധരനെ കണ്ട സൂര്യൻ്റെ കൂട്ടിരിക്കുക, കെ മുരളീധരനെ കണ്ട കടൽ പോലിരിക്കുക എന്ന് വെച്ചാൽ എത്ര കണ്ടാലും മതി വരാത്ത സാധനങ്ങളാണല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞു കെ മുരളീധരൻ പറഞ്ഞാൽ കിടക്കട്ടെ. ഇപ്പോൾ കെ മുരളീധരൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഈ സൈസിനെ എടുത്ത് വെളിയിൽ കളയണം, ഇതിനൊന്നും ഈ പാർട്ടിക്കകത്ത് ആവശ്യമില്ല എന്ന് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് പാർട്ടിക്ക് ബാധ്യതയുള്ള, പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ വീണ്ടും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ നിൽക്കുന്ന ആൾക്കാരെ, നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ നിൽക്കുന്ന ആൾക്കാരെ പാർട്ടിക്ക് വേണ്ട നടപടി എടുത്തിരിക്കുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. അത് വാര്യരെ ഉദ്ദേശിച്ച് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.